കേരളത്തിൽ നിന്ന് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് റെസ്റ്റോറൻറ്റ് മേഖലയാണ്, ബേക്കറി മേഖല. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഒരു എല്ലാ IOC അടക്കം IOC, BPCL, HP അടക്കം എല്ലാ ഏജൻസിക്കും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഒരു കുറ്റി ഗ്യാസ് പോലും നിങ്ങൾ ഹോട്ടൽ മേഖലയ്ക്ക് കൊടുക്കരുത് എന്ന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മറ്റ് മീഡിയയും കൂടി കൃത്രിമമായിട്ട് ക്ഷാമം സൃഷ്ടിക്കുകയാണെന്ന് വ്യാജ പ്രചരണം നടത്തുകയാണ് ചെയ്യുന്നത്. അത് തെറ്റാണ്. കേരളത്തിൽ നിന്നൊരു 50% ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുകയാണ്. കാരണം എന്താ, തിരുവനന്തപുരത്ത് പലപ്പോഴും ആഹാരം കിട്ടാനില്ല, പല ഹോട്ടലുകളിലും ഊണില്ല. അത്യാവശ്യ സർവീസ് ആക്കാൻ പറ്റാതെ പോയി. അത്യാവശ്യ സർവീസ് ആക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇന്ന് വീടുകളിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആഹാരം കഴിക്കുന്നത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ നിന്നാണ്. നമ്മൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞാൽ ഇന്ന് പുറത്തിറങ്ങുന്ന കൂലിപ്പണിക്കാർ തൊട്ട് പോലീസുകാർ തൊട്ട് ഓട്ടോറിക്ഷക്കാർ തൊട്ട് വിദ്യാർത്ഥികൾ തൊട്ട് ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഹോട്ടൽ മേഖലയെ ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതുകൂടാതെയാണ് തൊഴിലാളികളും. അപ്പം അടിയന്തരമായിട്ട് ഇന്നലെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി മിനിസ്റ്റർക്ക് ലെറ്റർ കൊടുത്തിരുന്നു. യാതൊരു പരിഗണനയും ഹോട്ടൽ മേഖലയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും വീട്ടമ്മമാർക്കും ബുദ്ധിമുട്ടായി തോന്നുന്നു അല്ലേ? പക്ഷേ ഈ നമ്മുടെ വിറകൊക്കെ കത്തിച്ച് അടുക്കളയിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അത്ര പെട്ടെന്ന് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങയുടെ അടുക്കളയെ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും എന്റെ അടുക്കളയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എന്നെ പോലെ ധാരാളം വീട്ടമ്മമാര് കേരളത്തിൽ ഈ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സാധാരണ ഒരു കുടുംബത്തിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന മക്കളുണ്ടാവും. ഇപ്പോഴാണെങ്കിൽ ബോർഡ് എക്സാംസിന്റെ സമയം, ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാര്, അവർക്ക് നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് തന്നെ കൊടുത്തു വിടണം. പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടാവും. നമ്മൾ 3 നേരം ഭക്ഷണം കഴിച്ച് പഠിച്ചു വന്നവരാണ്. അപ്പൊ നമുക്ക് ആ ഒരു മെനു നമുക്കിപ്പോൾ ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ന് ഗ്യാസ് എപ്പോൾ തീരും, അഥവാ ഈ 45 ദിവസം ബുക്കിംഗ് ടൈം നീട്ടിയത് കൊണ്ട് നമുക്കൊന്ന് ഗ്യാസ് തീർന്നു പോയാൽ പിന്നെ നമുക്ക് എന്താ, അതിന് വേറൊരു പ്രതിവിധി വേറെ എന്താന്നുള്ള വല്ലാത്ത ആശങ്കയിലാണ് ഞങ്ങൾ വീട്ടമ്മമാര്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.